തൃശൂർ നഗരത്തിലിടഞ്ഞ ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ചെമ്പുകാവിൽ നിന്നും ഇടഞ്ഞോടിയ ആന ചെറുഗാന്ധി നഗറിലേക്ക് എത്തി. ശിവൻ ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വിവരങ്ങളുമായി അനീഷ് ആന്റണിയാണ് ചേരുന്നത്. അനീഷ്, ഇപ്പോഴും ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ലേ? അധികൃതരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, വനം, പോലീസ്, എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ആനയുടെ കാലിൽ ഇപ്പോൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് വരുന്നത്. ആന ഓടാൻ കഴിയാത്തൊരവസ്ഥയിലാണ് എന്നുള്ളതാണ് ഏക ആശ്വാസകരമായ കാര്യം. ആന പക്ഷെ ശാന്തനല്ല. ആന ഇപ്പോഴും ആ നിന്ന നിൽപ്പിൽ, കാലിൽ ചങ്ങല കൊണ്ട് വലിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിലും ആ നിന്ന നിൽപ്പിൽ തന്നെ ആന ആ ചുറ്റുമുള്ള കാര്യങ്ങൾ നശിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. അതായത് ആന ശാന്തനായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അധികം വൈകാതെ ശാന്തത കൈവരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടിയുണ്ട്. എന്തായാലും ആനയുടെ ഓട്ടം നിന്നു. അതായത് ഓടി ആ ഇടവഴിയിലൂടെ, അതായത് ഗാന്ധിനഗർ ഇടവഴിയിലൂടെ ഒക്കെ ഓടി ഉള്ള ആ ഒരു പരാക്രമം അവസാനിച്ചു എന്ന് വേണം ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനുള്ളത്. എന്തായാലും ആന ഇപ്പോൾ കാലിൽ ചങ്ങല കൊണ്ട് കെട്ടി ആ പറമ്പിൽ, വീടുകൾക്കിടയിലുള്ള പറമ്പിൽ ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും 9:15 ഇന്ന് രാവിലെ 9:15 ഈ ആന ഇടയുന്നത്. പാലസ് റോഡ് വഴി വരുന്ന ആന ടൗൺ ഹാൾ എത്തിയപ്പോൾ പൊടുന്നനെ ഇടയുകയായിരുന്നു. ഇടഞ്ഞ് അതിവേഗത്തിൽ ഓടുകയായിരുന്നു. ഓടുന്ന വഴിക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാറും അതുപോലെ ഓട്ടോറിക്ഷയും ഒക്കെ തകർക്കുന്ന ഒരു സാഹചര്യം എത്തിയത്. അവിടെ നിന്നും ഈ ചെമ്പൂക്കാവിൽ നിന്നും ഏകദേശം 1.5-2 കിലോമീറ്ററോളം ദൂരം ആന ഓടി ചേറൂർ ഗാന്ധി നഗറിലേക്ക് എത്തി. ഈ ഗാന്ധിനഗർ ഹൗസിംഗ് കോളനിയാണ്. നിരവധി വീടുകളുള്ള സ്ഥലമാണ്. നമുക്കറിയാം, BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, അതുപോലെ തൃശൂർ MLA രാജൻ ജെ പല്ലൻ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ഒരു ഹൗസിംഗ് കോളനിയാണ് ഈ ഗാന്ധിനഗർ എന്ന് പറയുന്നത്. അവിടേക്കാണ് ഈ ആന ഓടിക്കേറിയത്. മെയിൻ റോഡിൽ നിന്നും ഈ ഹൗസിംഗ് കോളനിയിലേക്ക് ഓടിക്കേറുകയായിരുന്നു. നിരവധി വീടുകൾ അടുത്തടുത്തുള്ള ഒരു സ്ഥലമാണ് ഹൗസിംഗ് കോളനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്തരം ഒരു വഴിയിലേക്കാണ് ഈ ആന ഓടിക്കേറിയത്. അതിനുള്ളിൽ മറ്റ് നിരവധി ഇടവഴികളുണ്ട്. ആ വഴികളിലൂടെയൊക്കെ ആന ഓടി വീടുകളുടെ മതിലുകൾ തകർത്തു, ഗേറ്റുകൾ തകർത്തു. ഈ ആന ഓടി വരുന്നത് കണ്ട് ഈ അപ്രതീക്ഷിതമായി വീടിന് മുന്നിലൂടെ ഒരു ആന അതിവേഗത്തിൽ ഓടുന്നു, ഗേറ്റുകൾ തകർക്കുന്നു, മതിലുകൾ തകർക്കുന്നു, ഇരുചക്ര വാഹനങ്ങൾ തട്ടിയിടുന്നു. ഇതൊക്കെ കണ്ട് അവിടുത്തെ ആളുകൾ വളരെയധികം ഭയചിത്തരായി. അവർ പലരും വീടുകളിൽ നിലവിളിച്ചു ഇറങ്ങി ഓടി. ഇപ്പോൾ DFO ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക്, റേഞ്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ, വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ആനയെ കൂടുതൽ ശാന്തമാക്കാനുള്ള നടപടികളിലേക്ക് ഇവരൊക്കെ കടക്കും. എന്തായാലും മയക്കുവെടി വെക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആനയെ തളയ്ക്കാനായിട്ടുണ്ട്. പക്ഷെ ആന ശാന്തനായിട്ടില്ല. എടുത്തു പറയേണ്ട കാര്യമാണ്, ആന ശാന്തനായിട്ടില്ല. ആന ഇപ്പോൾ ആ നിന്ന നിൽപ്പിൽ അവിടെ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്ന തുമ്പിക്കൈ കൊണ്ട് ചുറ്റി അടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആനയെ ഇപ്പോൾ കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു എന്നുള്ളൊരു ആശ്വാസകരമായ കാര്യമാണ്. ഈ ആനയുടെ ഓട്ടത്തിൽ ആളുകളെ ഉപദ്രവിച്ചില്ല എന്നുള്ളത് മറ്റൊരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം ഈ ആന ഓടി വരുന്ന വഴിക്ക് നേരെ എതിർവശത്തു കൂടി നിരവധി ഇരുചക്ര വാഹനം രാവിലെ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുന്ന ആളുകളാണ് ഈ ആനയുടെ മുന്നിൽപ്പെട്ടത്. അവിടെ സ്കൂട്ടർ ഉൾപ്പെടെ ഇട്ട് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആളുകൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം. എന്തായാലും പോലീസ് ഇപ്പോൾ കൂടുതൽ നിർദ്ദേശം നൽകുന്ന ആളുകളോട് അവിടേക്ക് ആന നിൽക്കുന്ന ഭാഗത്തേക്ക് വരരുത്, ശബ്ദം ഉണ്ടാക്കരുത്. ഈ ആളുകളുടെ ശബ്ദം കേട്ട് ആന കൂടുതൽ പ്രകോപിതരാകുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ ആ ഭാഗത്തേക്ക് വരരുത് എന്നുള്ളൊരു കാര്യം പോലീസ് നിർദ്ദേശിക്കുന്നത്. കൂടുതൽ പോലീസ് സന്നാഹം അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്, എലിഫന്റ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള ജനപ്രതിനിധികൾ, ഡിവിഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ആന നിലവിൽ ഇപ്പോൾ ഓടാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. ആനയെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആന കൂടുതൽ ഇനി ഓടി പ്രകോപനം ഉണ്ടാക്കി മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി മാത്രമാണ് ഏക ആശ്വാസകരമായ കാര്യം. പക്ഷെ ആന ശാന്തനായിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി നിലവിലുണ്ട്. അരുണിമ, അനീഷ്, ആനയെ ഇനിയും തളയ്ക്കാനായിട്ടില്ലെങ്കിൽ, ഇപ്പോൾ വീടുകളൊക്കെ താമസിക്കുന്ന ഇടത്തൂടെയാണ് ആന ഇത്തരത്തിൽ ഇടഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആനയെ ഇനിയും തളയ്ക്കാനായില്ല എങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും അടുത്ത നടപടി എന്തായിരിക്കും? ആന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആനയെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട് കാലിൽ. അതുകൊണ്ട് ആന ഇനി കൂടുതൽ ഓടാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ ആന ശാന്തനായിട്ടില്ല. ആന ഇപ്പോഴും തളയ്ക്കാനായില്ലെങ്കിൽ മാത്രമാണ് മയക്കുവെടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അതിന് വനംവകുപ്പിന്റെ തന്നെ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, വിദഗ്ധർ എത്തേണ്ടതുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതി നോക്കണം, അതിനുള്ള ഡോസ് നിശ്ചയിക്കണം. ഡോസിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വന്നാൽ ആനയുടെ ജീവന് തന്നെ അത് ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി. എന്തായാലും ശിവം ലക്ഷ്മി എന്നുള്ള ഒരു ആനയാണ് ഈ
ഇടഞ്ഞോടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. കൊല്ലത്തു നിന്നും തൃശ്ശൂരിലേക്ക് എത്തിച്ച ആനയാണ്. ആന തൃശ്ശൂരിലുള്ള ആന അല്ലാത്തത് കൊണ്ട്, ഈ തൃശ്ശൂരിലുള്ള എലിഫന്റ് സ്ക്വാഡിന് ആനയെ അത്ര സുപരിചിതമല്ലാത്തത് കൊണ്ട് ആനയുടെ സ്വഭാവം, ആന എത്രക്കാരനാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ ഏറെ നേരം എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ആളുകൾ ബുദ്ധിമുട്ടി. നമുക്കറിയാം, അവർ തൃശ്ശൂരിലുള്ള ആനകളാണെങ്കിൽ ആനയുടെ സ്വഭാവം എങ്ങനെയാണ്, ആന എത്ര നേരം ഇത് പ്രകോപിതനാവും, എങ്ങനെ ആന തളക്കാം എന്നുള്ളൊരു മുൻവിധിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആന തൃശ്ശൂരിലുള്ള ആനയല്ല, കൊല്ലത്തുനിന്ന് എത്തിച്ച ആന ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആനയെക്കുറിച്ചുള്ള ഒരു സ്വഭാവം മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് ഏറെ നേരം ഉണ്ടാക്കി. അതാണ് ആനയെ നേരത്തെ തന്നെ തളയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. ആന ഇപ്പൊ എന്തായാലും ആ പറമ്പിൽ ശാന്തനായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആനയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. ഇനി ആന കൂടുതൽ ശാന്തനായാൽ മാത്രമേ ആനയെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള സാഹചര്യത്തിലേക്കൊക്കെ എത്തൂ. അതിന് അല്പം കൂടി സമയമെടുക്കേണ്ടതുണ്ട്. അതായത് ആനയുടെ ഓട്ടം നിന്നിട്ടുണ്ട്. അരുണിമ, ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇപ്പോൾ ഇടഞ്ഞിരിക്കുന്നത്. എന്തായാലും അനീഷ്, ഇനിയിപ്പോൾ ഈ ആളുകളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം എന്താണ്? ഇപ്പോൾ വലിയ രീതിയിൽ ഭീതിയിലാണല്ലോ ആളുകളൊക്കെയും. തീർച്ചയായും ആളുകൾ അതീവ ഭീതിയിലായിരുന്നു. കാരണം ആരും പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ഊഹിക്കാം, ഒരു രാവിലെ 9:30 സമയത്ത് വീടിന് മുന്നിലൂടെ ഒരു ആന അതിവേഗതയിൽ ഓടുന്നു, ഇത് കാണുന്നു. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, തൊട്ടപ്പുറത്തെ വീടുകളുടെ മതിലുകൾ തകർക്കുന്നു, ഗേറ്റുകൾ തകർക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ വരുമ്പോൾ ആളുകൾ നിലവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തി. പലരും വീട്ടിൽ നിന്നും പുറകുവശത്തുകൂടി ഇറങ്ങി ഓടി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ ആന അത് ചെറിയ ഇടവഴിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഭയപ്പാടിലേക്കൊക്കെ ആളുകൾ കടന്നത്. കാരണം ഈ റോഡിന്റെ ഇരുവശത്തും അടുത്തടുത്ത വീടുകളാണ്, ഒരു ഹൗസിംഗ് കോളനിയൊക്കെയാണ്. അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ ഭയചകിതരായത്. എന്തായാലും ആ ഒരു ഘട്ടത്തിനൊക്കെ ഇപ്പോൾ ആശ്വാസം കൈവന്നിട്ടുണ്ട്, സമാധാനം കൈവന്നിട്ടുണ്ട്. ആനയെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. അരുണിമ, ശരി, വ്യക്തമാണ്. ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടർന്നു, ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ചെമ്പുക്കാവിൽ നിന്നും ഇടഞ്ഞോടിയ ആന ഇപ്പോൾ ചെറൂർ ഗാന്ധിനഗറിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ പരിഭ്രാന്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആന എന്തായാലും ഇപ്പോൾ ശാന്തനായിട്ടുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഇനി ആനയെ തളയ്ക്കുന്ന ഒരു നടപടിയിലൊക്കെ കടക്കണമെങ്കിൽ കുറച്ചുകൂടി സമയം വേണ്ടിവരും. കൊല്ലത്തു നിന്നും കൊണ്ടുവന്ന ഒരു ആനയാണിത്. എന്തായാലും വീണ്ടും തൃശ്ശൂർ നഗരത്തിൽ ആന ഇടഞ്ഞിരിക്കുകയാണ്. ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞിരിക്കുന്നത്. എന്തായാലും CCF-നെയൊക്കെ വനമന്ത്രി വിളിച്ചിട്ടുണ്ട്. എലിഫന്റ് സ്ക്വാഡും വനംവകുപ്പും ഒക്കെ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അടിയന്തര നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വനമന്ത്രി ഷിബു ബേബി ജോൺ. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്. തൃശ്ശൂർ നഗരത്തിൽ വീണ്ടും ഭീതി ഉണർത്തിക്കൊണ്ട് ആന ഇടഞ്ഞിരിക്കുന്നു എന്നൊരു വാർത്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ജനവാസ മേഖലയിലൊക്കെ വലിയ രീതിയിൽ ഭീതി പടർത്തിക്കൊണ്ട് ഈ ആന ഓടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ശാന്തനായിട്ടുണ്ട്. എന്തായാലും വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആന ഇപ്പോൾ തളച്ചിരിക്കുന്നു എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ചെമ്പുക്കാവിൽ നിന്നും ഇടഞ്ഞോടിയ ആന ഇപ്പോൾ തളച്ചിരിക്കുകയാണ്, പാപ്പാന്റെ നിയന്ത്രണത്തിലായിരിക്കുകയാണ്. ഇനി ആനയൊന്ന് ശാന്തനായിട്ടുണ്ട്. കാൽ ചങ്ങലക്കിട്ട് ഓടാൻ പറ്റാത്ത രീതിയിലൊക്കെ ആദ്യം ആക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ തളച്ചിരിക്കുകയാണ് പാപ്പാന്റെ നിയന്ത്രണത്തിലാണ് ആന ഇപ്പോൾ ഉള്ളത്. ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞിരിക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി കൊല്ലത്തു നിന്നും കൊണ്ടുവന്നതായിരുന്നു ഈ ഒരു ആനയെ. അതുകൊണ്ട് തന്നെ
തന്നെ ഈ ഒരു ആനയുടെ ആരോഗ്യസ്ഥിതികളോ മറ്റോ ഒന്നും നിർവചിക്കാൻ കഴിയാത്തൊരവസ്ഥയിലൊക്കെ ആയിരുന്നു. എലിഫന്റ് സ്ക്വാഡും വനംവകുപ്പും ഒക്കെ സ്ഥലത്തെത്തി ആനയെ ഏറെ നേരം നിരീക്ഷിച്ചിരുന്നു. ഇതിനുശേഷം തളയ്ക്കാനായില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കാം എന്നൊരു തീരുമാനത്തിലൊക്കെ എത്തി നിൽക്കുകയായിരുന്നു. എന്തായാലും ആന ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പാപ്പാന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ആന. ശിവൻലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇപ്പോൾ നിയന്ത്രണത്തിലായിട്ടുള്ളത്. പാപ്പാൻ ആനയെ തളച്ചിരിക്കുകയാണ്, നിയന്ത്രണത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികൃതരുടെ ഒന്നും ഇനി അടുത്ത നടപടികളിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. ഇനി ആനയെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകാനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. എന്തായാലും ശിവൻലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയായിരുന്നു വലിയ രീതിയിൽ ഭീതി പടർത്തി തൃശ്ശൂർ നഗരത്തിൽ ഇത്തരത്തിൽ ഇടഞ്ഞത്. എന്തായാലും ആനയെ തളച്ചിട്ടുണ്ട്. കാലിൽ ചങ്ങലയിട്ടതിന് ശേഷം അതിനെ സാവധാനം ശാന്തനാക്കിയ ശേഷമാണ് പാപ്പാൻ നിയന്ത്രണ വിധേയനാക്കിയത്. തളച്ചിരിക്കുകയാണ്. ചെമ്പുക്കാവിൽ നിന്നും ആന ചേറൂർ ഗാന്ധിനഗർ വരെ ഓടിയെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഓട്ടോയും കാറും ഒക്കെ നശിപ്പിച്ചിരുന്നു. വലിയ നാശനഷ്ടങ്ങളൊക്കെ വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലൊരു ഭീതി കുറച്ച് നേരത്തേക്ക് ആ ഒരു മേഖലയെ ഒന്നാകെ വലിയ രീതിയിലൊരു ഭീതിയൊക്കെ പടർത്തിയിരുന്നു ആന. എന്തായാലും ആനയെ ചങ്ങലക്കിട്ട് ശാന്തമാക്കിയതിനു ശേഷം ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ആനയെ തളച്ചിരിക്കുകയാണ്. ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇപ്പോൾ പാപ്പാൻ തളച്ചിരിക്കുന്നത്.